കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നീത്തി അച്ഛനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, നോക്കും മോളെ, ഈ പുറത്ത് ഏതെങ്കിലും പക്ഷികൾ അതായത് അവരുടെ മക്കൾ അമ്മമാർ പറയുന്ന പോലെ അതായത് രക്ഷിതാക്കൾ പറയുന്ന പോലെ അവർ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അത് നോക്കിയിട്ട് കാര്യമില്ല. മൃഗങ്ങൾ ഏതെങ്കിലും ഒരു മൃഗം സ്വന്തം മൃഗത്തിനോട് മോശമായി പെരുമാറാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചടിക്കുന്നുണ്ട്. ഇവളെ സൂക്ഷിക്കണം, ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ശരി ശരി, അതെ, ഈ മൃഗത്തിൻ്റെ അതേ സ്വഭാവമാണ് മൂത്ത മകൻ സുധീഷിന് കിട്ടിയേക്കണത്. രണ്ടാമത്തെ മകൻ സുധീഷിന് കിട്ടിയേക്കണത്. ഒരു വ്യത്യാസവും ഇല്ല കേട്ടാന്ന് പറയും. ഇതേ സ്വഭാവം തന്നെയെന്ന് പറയും. എവിടെ പറയണം, എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയില്ല എന്ന് പറയും. എല്ലാവട്ടും അറിയാം എന്തായാലും അങ്ങനെ ഒരു ഭാവമാണെന്ന് പറയും. ചെല്ല് ഗേറ്റിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞിട്ട് വീടി വിളിച്ച് മനസ്സമാധാനം കണ്ടെത്താൻ പറയും. പിറ്റേ ദിവസം രാവിലെ നിധി ഒരുങ്ങി പോകാൻ വേണ്ടി. അപ്പോൾ സുധീഷ് വല്ലാത്ത വിഷമത്തോടെ ഇങ്ങനെ ആങ്ങി തൂങ്ങിയിരിക്കുന്നുണ്ട്. ആ സുധീഷിൻ്റെ അടുത്ത് പറയും, സുധീഷെ നിധി വിളിക്കും. എന്താ നിധി എന്ന് ചോദിച്ച് വേഗം എഴുന്നേൽക്കും. നമുക്കിന്ന് വൈകിട്ട് വക്കീലിൻ്റെ അടുത്ത് പോയാലോ? ഇന്നോ? ഞാൻ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് എന്ന് പറയും. പെട്ടെന്നല്ലല്ലോ, നമ്മൾ ആദ്യം തീരുമാനിച്ച കാര്യമല്ലേ. സുധീഷ് വന്നാൽ മതി, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം. അപ്പോൾ വക്കീലിനൊക്കെ തീരുമാനിക്കേണ്ടതെന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓൺലൈൻ തപ്പിയിട്ടുണ്ടാവും അല്ലേ? അതെ, അതൊക്കെ റെഡിയാക്കി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എന്താ ഏട്ടത്തി എന്ന് ചോദിച്ച്, എന്താ സുധീഷ് ഏട്ടനായിട്ടൊരു സംസാരം എന്ന് ചോദിച്ച് നികേഷ് വരും. പറയാടാന്ന് പറയും. സുഭാഷ് ഏട്ടനെ വിളിക്കാൻ പറയും. അങ്ങനെ സുഭാഷ് ഏട്ടനെ വിളിക്കും. സുഭാഷ് ഏട്ടനെ വിളിക്കുമ്പോൾ ഹരീഷിനെ വിളിക്കും. അങ്ങനെ എല്ലാവരും കൂടെ പറയും, ഞാനും സുധീഷും കൂടെ വക്കീലിനെ കാണാൻ പോകണ്ടെന്ന് പറയും. എന്തിനാ മോളെ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞതല്ലേ ഏട്ടാ, ഡിവോഴ്സിൻ്റെ കാര്യം. അതൊരു ബൊമ്മ കല്യാണമായിരുന്നു. അതിൽ നിന്നൊരു മോചനം എനിക്കും സുധീഷിനും വേണം. അതുകൊണ്ടാണ് അത് വേണമെന്ന് പറഞ്ഞത്. ഏട്ടത്തി ഇവിടുന്ന് അപ്പോഴത്തേക്കും നികേഷിൻ്റെ കരച്ചിലായി തുടങ്ങി. ഹരീഷും അത് ഏട്ടത്തിന്ന് വിളിക്കും വിഷമത്തോടെ. എന്താടാന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടില്ല. അപ്പം സുധീഷ് മനസ്സിൽ ആലോചിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ അവൻ പറയും, ഏട്ടത്തി ഇവിടുന്ന് പോകുമോ, ഡിവോഴ്സ് മേടിച്ചാലും എന്നവൻ ചോദിക്കുന്നു. അതേപോലെ തന്നെയാണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് ഏട്ടത്തി ഇവിടുന്ന് പോകുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ, ഇവിടെ ഇങ്ങനെ മനസ്സമാധാനത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഡിവോഴ്സ് വേണമെന്ന് പറയണതെന്ന് പറയും. സുഭാഷ് ഏട്ടൻ എന്നോടൊന്നും തോന്നരുതെന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടനൊന്നും മിണ്ടില്ല. ഞാൻ പോയിട്ട് വരാട്ടാന്ന് പറയുമ്പോൾ വറ്റ ടിഫിൻ കൊണ്ട് വെക്കളാൻ പറഞ്ഞ് ലഞ്ച് ബോക്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ അവർ പോകുമ്പോൾ പറയട്ടാ, സുധീഷ് എന്താണ് ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കും. ഇതാദ്യമായിട്ട് കേൾക്കണമെന്നല്ലല്ലോ ചേട്ടൻ, ഞാൻ ആദ്യമായിട്ട് കേട്ടതല്ല, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് അവർ അകത്തേക്ക് പോകും. അതിനുശേഷം സുഭാഷ് അലക്കിയൊക്കെ ഇടണം. അപ്പോൾ അവിടെ സുധീഷ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ സുധീഷിനെത്തിക്ക് വീണ്ടും വരൂടാ, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ എന്ന് പറയും. പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് ചേട്ടൻ പറയണേ, നിങ്ങൾക്കെല്ലാവർക്കും നിധി ഇവിടെ ഉണ്ടായാൽ മതി, എൻ്റെ ഭാര്യയായിട്ട് വേണമെന്നൊന്നുമില്ല. അതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചേട്ടാ? ഞാൻ നിങ്ങളുടെ അനിയനല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഹരീഷ് എന്ന് പറയും, ഇയാളെന്തിനാ ചേട്ടനോട് ചൂടാവുന്നത്? ഞങ്ങൾ കാരണമൊന്നുമല്ലല്ലോ, നിങ്ങളെ ചേർത്ത് വയ്ക്കാൻ നിങ്ങളെന്താ വല്ല സ്കൂൾ കുട്ടികളാണോ? ഞങ്ങൾ വിചാരിച്ചാൽ നടക്കുമോ? ഏട്ടത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അതൊന്നും ഞങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്നും പറയുന്നത്. വേണ്ട, നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട, എനിക്കറിയാം 6 മാസത്തിനുള്ളിൽ ഡിവോഴ്സ് വേണ്ട, സുധീഷ് എന്നെ എൻ്റെ ഭർത്താവും, ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോകും. അപ്പോൾ സുഭാഷ് ഹരീഷിനോട് പറയും, പാവടാവൻ എന്ന് പറയും. പാവം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ ചേട്ടാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണേ. അതിന് ശേഷം വർക്ക്ഷോപ്പിൽ നീതു ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഹരീഷ് ഒന്നും ശ്രദ്ധിക്കില്ല. നീ ഇവിടെ അല്ലല്ലോ, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും. ഒന്നുമല്ലടി, വീട്ടിലാകെ പ്രശ്നങ്ങളൊക്കെയാണ്. അതെന്താ വീട്ടിലെന്ത് പ്രശ്നം എന്ന് ചോദിക്കും. ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ സ്വരച്ചേർച്ചില്ല, കണ്ടാൽ ഇടീന് ഒരു മനസ്സമാധാനം ഇല്ല. അവർ സ്നേഹിച്ചില്ല കഴിച്ചാൽ അവർ ലക്കിയല്ലേ. സുധീഷാണെങ്കിൽ യങ് മാൻ, പിന്നെ എന്താ കുഴപ്പമെന്ന് പറയും. അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ തന്നെയെന്ന് പറയും. പറയേ എന്നൊരു കാര്യം ചെയ്യും, ഏട്ടത്തിയോട് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ പറയും. അപ്പോൾ മിസ്സിങ് ഭയങ്കര റൊമാൻസ് അടിക്കുന്നവരെ പറഞ്ഞു, അതൊന്നും നടക്കില്ലടി എന്ന് പറയും. അതൊന്നും വേണ്ട, നീ വേറെ കാര്യങ്ങൾ പറഞ്ഞാൽ, നീ നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയാമെന്ന് പറയും. വീട്ടിലെ കാര്യങ്ങൾ എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയെന്ന് പറയും. ഇടിയും വഴക്കും ആൺകുട്ടിയോടുള്ള സ്നേഹവും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതേസമയം തന്നെ നീതുവിൻ്റെ ആങ്ങള റോട്ടിൽ കൂടെ പോകുമ്പോൾ ഷോപ്പിൻ്റെ മുന്നിലൊന്ന് വണ്ടി നിർത്തുമ്പോൾ നീതുവും ഹരീഷും കൂടെ സംസാരിച്ചിരിക്കൊണ്ട് കാണുന്നു. വീട്ടിൽ ചെന്നിട്ട് ഒരു കസേരയൊക്കെ എടുത്ത് തല്ലിപ്പൊളിക്കും. നിങ്ങളുടെ ഭർത്താവേ ഇങ്ങനെ കിടന്ന് ഉറങ്ങട്ടെ, ഒന്നും അറിയണ്ട, മോള് നാട് മുഴുവൻ തെണ്ടി നടക്കണമെന്നൊക്കെ പറയും. നിനക്ക് വിശപ്പിണെങ്കിൽ ഭക്ഷണം തരാടാ, അയാൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ കുടുംബം കഴിയണം, അല്ലാണ്ട് നീ പണിയെടുത്ത് കൊണ്ടിട്ടൊന്നല്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് നീതുവിൻ്റെ അമ്മ ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീതു വരുമ്പോൾ നീ എവിടെ ഇരുന്നടി എന്ന് ചോദിക്കും. എന്നോട് പറഞ്ഞിട്ടടി നാട് മുഴുവൻ തെണ്ടി അടക്കരുതെന്നും അവൻ്റെ വർക്ക്ഷോപ്പിൽ പോയിരിക്കരുതെന്നും. അവനെന്താ കുഴപ്പം? നിങ്ങളെക്കാളും നല്ലതാണ് അവൻ എന്ന് പറയും. അത് ശരി, അപ്പം നിനക്ക് അവനോട് പ്രേമമാണോ എന്ന് അമ്മ ചോദിക്കും. അതെ,
ഹരീഷിനെ പ്രേമിച്ചാൽ എന്താ കുഴപ്പം? എടി നമ്മളോ ഗതിയില്ലാത്തതുള്ളൂ, അതിനേക്കാളും ഗതിയില്ലാത്ത വീട്ടിലേക്കാണോ നീ പോകാൻ ഉദ്ദേശിക്കുന്നത്? അവളൊരു പ്രേമം, നീ നോക്കിക്കോ, നിന്നെ ഞാൻ നിൻ്റെ കാലും കൈ ഞാൻ തല്ലി കണ്ടിച്ചിടുന്ന് പറയും. പിന്നെ അത്രയ്ക്ക് ധൈര്യമാണ് നിങ്ങൾ എന്നെ ഒന്ന് തൊടും എന്നൊക്കെ പറയുമ്പോഴത്തേനും ആങ്ങള ഒരടി അടിക്ക് നീതു തല ചുരുണ പോലെ ആയിട്ട് താഴത്തേക്ക് വീഴും. പിന്നെ നീതു വേഗം ചാടി എഴുന്നിട്ട് ഒരു കസേര എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ആങ്ങളാക്കി കൊടുക്കും. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ പിടിച്ച് മാറ്റും. അമ്മ നീതുവിനെ മുറിയിലേക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ട് പറയും, നിൻ്റെ ആഗ്രഹം നടക്കില്ല മോളെ. ഈ ലോകത്ത് ഒരാളും നല്ലത് പറയുന്ന ഒരു കുടുംബമല്ല. ആ 4 ആമക്കളിൽ 5 ആണുങ്ങളിൽ ഒരാളെങ്കിലും പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കേൾക്കാൻ രസമുണ്ടായിരുന്നു. ഇത് നടക്കില്ല മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും നീതു പറയുന്നുണ്ട്, ഹരീഷിനല്ലാതെ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കുകയില്ല. അവനെ നല്ലൊരു ആൺകുട്ടീനെ, അവൻ പണിയെടുത്ത് കുടുംബം നോക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഹരീഷിനുള്ള സ്ഥാനം വേറെ ആർക്കും ഉണ്ടാവില്ല, നിങ്ങളത് കരുതേം വേണ്ട എന്നൊക്കെ പറയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കിളിക്കൂടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഭാസ്കരൻ ഇങ്ങനെ മലർന്ന് കിടക്കായിരിക്കുള്ളൂ ജാരകസേരയിൽ. അപ്പോൾ ആ നീതുവിൻ്റെ ആങ്ങളെയും 2-3 കൂട്ടുകാരും കൂടെ വന്ന് വണ്ടി നിർത്തിയിട്ട് ചോദിക്കും, ഇവിടെ ആരും ഇല്ലേടാ എന്ന് ചോദിക്കും. അതാടാ പുട്ടുകുറ്റി പോലെ ഞാനിവിടെ കിടക്കണം നിങ്ങൾക്ക് കാണില്ലേ? എന്താടാ ചെറുക്കന്മാരെ, നിങ്ങൾക്ക് എന്നെ കണ്ണി പിടിക്കില്ല? കിളവൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സുധീഷിനെയും വീട്ടുകാരെയും കൂടി അല്ലെങ്കിൽ ഹരീഷിനെ തല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു വരവാണ് ആ കണ്ട ഒരു ഭാഗം. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രമോ ഭാഗമാണ്. പ്രമോ ഭാഗത്തിലാണെങ്കിൽ വക്കീലിനെ കാണാൻ പോകുന്നുണ്ട് നിധിയും സുധീഷും. അപ്പോൾ വക്കീലിനോട് പറയുന്ന നിധി ഇങ്ങനെ സംഭവിച്ചു പോയി, ഒരു ബൊമ്മ കല്യാണമാണ്, ഞങ്ങൾ പോലും കരുതിയില്ല ഇങ്ങനത്തെ ഒരു കല്യാണം ആയി മാറുമെന്ന്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം വേണം. എനിക്ക് സുധീഷിനെ എന്നെയും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്ന് പറയും. എന്നിട്ട് പിന്നെ ഓരോരുത്തരെ മാറ്റിയിരുത്തി സംസാരിക്കുന്നു. അപ്പോൾ സുധീഷിനെ മാത്രം ഇരുത്തി സംസാരിക്കുന്ന വക്കീൽ അപ്പോൾ ഒരു മാഡമാണ്. അപ്പോൾ ആ മാഡത്തിനോട് പറയുന്നുണ്ട്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് മാഡം, പക്ഷേ അവൾ എന്നെ ഭർത്താവായി കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഡിവോഴ്സൊക്കെ ആവശ്യപ്പെടുന്നത്. ഞാൻ അവൾ എന്ത് പറഞ്ഞാലും അവൾക്ക് ഞാൻ വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ സാധിച്ചു കൊടുക്കും എന്നുള്ളൊരു ഉറപ്പോടുകൂടി കൊണ്ടുവന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇന്ന് മാഡത്തിൻ്റെ മുന്നിലിരിക്കേണ്ടി വന്നതെന്നൊക്കെ പറയുമ്പോൾ ആ മാഡത്തിൻ്റെ സുധീഷിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.